ഈവനിംഗ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ ഒരു സ്ഥലത്തോട്ട് പോയാലോ? അതെ, കുളനടയിൽ ആരോഗ്യ നികേതനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഈവനിങ് നടക്കാനൊക്കെ വരുന്ന ഒരു പ്ലേസ് ആണ്. ഓപ്പൺ ജിം സെറ്റപ്പ് ഉണ്ട് അവിടെ. പിന്നെന്താ, കുഞ്ഞുങ്ങൾക്ക് കളിക്കാനായിട്ട് ഒരു പാർക്കുണ്ട്. അത്യാവശ്യം ഒന്ന് വൈബടിച്ച് പോകാനായിട്ട്, ചില്ലടിച്ച് പോകാനായിട്ടുള്ളൊരു ഏരിയ തന്നെയാണ് അത്. നമ്മുടെ ഈ കുളനട പന്തളം ഏരിയയിൽ ഇങ്ങനൊരു പാർക്ക് നല്ലൊരു അനുഭവം തന്നെയാണ്. 40 രൂപയാണ് ഒരാൾക്ക്. 10 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഫ്രീ എൻട്രി ആണ്. 40 രൂപയാണ് എൻട്രി ചാർജ് വരുന്നത്. പിള്ളേർക്ക് വന്നു ഈവനിങ് വന്ന് പാർക്കിലൊക്കെ ഒന്ന് ചാടാനും, നടക്കാൻ വരുന്നവർക്ക് നടക്കാനുള്ള ഏരിയയും ഒരു ഓപ്പൺ ജിമ്മ് പോലെ ഉണ്ട് അതും. പിന്നെ സൗഹൃദങ്ങൾ നമുക്ക് ഒരുപാട് പുതുക്കാൻ പറ്റും. കാരണം നമ്മൾ പാർക്കിൽ പോകുമ്പോൾ നമ്മുടെ കുളനടയിലുള്ള ആരെങ്കിലുമൊക്കെ കാണും. അപ്പോൾ അവരോടൊക്കെ മിണ്ടിയും പറഞ്ഞു ഇരിക്കാം. പിന്നെ ഡെയിലി നടക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഡെയിലി ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. എന്താ പറയുക, അവരുമായിട്ടൊക്കെ നമ്മൾ ചില്ലടിക്കും. പിന്നെ ചെസ്സ് കളിക്കുന്നവർക്ക് കളിക്കാം. ഇതിന് പുറമെ ഞങ്ങളുടെ ഗ്യാങ് എന്താ അമ്പുസാറ്റും ഇട്ടൂലി കളിയും ഓട്ടവും ചാട്ടവും ഒക്കെ അവിടെ ഞങ്ങൾ തന്നെ കുറച്ച് ചെയ്യാറുണ്ട്. റീൽസ് എടുക്കുന്നവർക്ക് റീൽസ് എടുക്കാം, ഫോട്ടോസ് എടുക്കാം. കണ്ടോ, പഴയ വീട്ടിലോട്ടൊക്കെ ഒന്ന് കയറി ചെന്നാലോ, പഴയ കാലത്തെ സ്വിച്ചൊക്കെ കണ്ടോ? ഇതൊന്നും നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ കണ്ടിട്ടുണ്ടോ? ഇവിടെയൊക്കെ പോയി കഴിയുമ്പം ഇതിനെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ ഓരോത്തിൻ്റെയും പേര്. അപ്പോൾ നമുക്കത് പറഞ്ഞു കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് പണ്ടത്തെ എന്താ മുറുക്കാങ്കട, മാടക്കട, കുട്ടിക്കൂറ ഇപ്പോഴും ഉണ്ടെന്നുണ്ടല്ലേ. പക്ഷെ നമ്മളൊക്കെ ഇപ്പോൾ യാർലി പോൺസിൻ്റെ ഒക്കെ പുറയില്ല, കുട്ടിക്കൂറയൊക്കെ ഉണ്ട്. നല്ലൊരു പൗഡർ അല്ലേ. അത് കഴിഞ്ഞിട്ട് ഒരു മനുഷ്യനെയൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലൈബോയും ഒക്കെ കണ്ട്, ഇപ്പോഴത്തെ ലൈബോയും ആ ലൈബോയും കൊണ്ട് നോക്കിക്കേ. നാരങ്ങ മുട്ടായിക്കും തേൻ മുട്ടായിക്കും അതുപോലെ തന്നെ. പക്ഷെ തേൻ മുട്ടായിക്ക് എത്തിപ്പോൾ മധുരമാണെന്നേ ഉള്ളൂ, പഞ്ചസാര കലക്കി. അതിന് ശേഷം അവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് വ്യായാമം കൂടെ ആവാം. ഇതിൻ്റെ കാര്യം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. കുറേ മരങ്ങളുണ്ട്. ഓരോ മരത്തിൻ്റെ ചുവട്ടിലും എന്ത് മഴ എന്നുള്ളതൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് തേടി പോകുന്നത് നമ്മൾ, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾ ഈ പൊട്ട് വെച്ച് കളിക്കുമായിരുന്നു. ഇലപ്പൊട്ട്. ഇത് നമ്മൾ കഞ്ഞിയും കറിയും കളിക്കുമ്പം തോരൻ വെച്ച് കളിക്കുന്ന ഒരു ഇലയും കൂടെ ആയിരുന്നു. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. ഇപ്പം ഞങ്ങളുടെ വീട്ടിലൊന്നുമില്ല. ഇത് അവിടെ കണ്ടപ്പം അവളുമാർക്ക് പറഞ്ഞു കൊടുത്തതാണ്. ഇങ്ങനെ നമ്മൾ പൊട്ടൊക്കെ വെച്ച് ഇങ്ങനെ കളിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. നല്ല രസമല്ലേ പച്ചപ്പൊട്ട്. അത് കഴിഞ്ഞ ശേഷം മനസ്സൊക്കെ തണുക്കാനായിട്ട് അവിടെ ഇച്ചിരി വെള്ളമൊക്കെ ഇങ്ങനെ ചാടിക്കും. അതൊക്കെ കണ്ട് ഇത് കുറച്ച് 3 ദിവസത്തെയൊക്കെ വീഡിയോ ക്ലബ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ, റീൽസൊക്കെ എടുക്കാൻ നല്ലൊരു സ്പോട്ടാണ് അവിടെ. പിന്നെ ഒരു ട്രീ ഹൗസ് ഉണ്ട്, ഒരു വാട്ടർഫോൾ ഉണ്ട്, കിളികളുണ്ട്. ഇത് കിളിയല്ല, ഇത് പാടത്തെ കൊക്കുമുണ്ടി. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഞങ്ങളുടെ സാറ്റ് കളിയും ഇട്ടൂലി കളിയും ഒക്കെ. നല്ല രസമാണ് കേട്ടോ. ഇതാണ് ആരോഗ്യ നികേതൻ. ഇവിടെ നിന്നും ഫോട്ടോയൊക്കെ എടുക്കാം. പിന്നെ വായിക്കുന്നവർക്ക്, വായനാശീലമുള്ളവർക്ക് ബുക്കൊക്കെ അവിടെ ഉണ്ട്, ഒക്കെ വായിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ട്രീ ഹൗസ്. ഇതൊരു കുഞ്ഞ് ബേക്കറിയാണ്, പക്ഷെ കഴിക്കാനുള്ളതൊന്നുമല്ല, അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ. അവന് ബർഗർ വേണമെന്നാണ് അവൻ പറഞ്ഞത്. ഇവിടെ വന്ന് ഹെൽത്തി പാർക്കിൽ വന്നിട്ട് ബർഗർ വേണമെന്ന് പറയുന്നു. അതൊക്കെ പോട്ടെ. അത് കഴിഞ്ഞിട്ട് അവിടെയൊക്കെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കാം, കുറേ നേരമൊക്കെ ഇരിക്കാം. അതിന് ശേഷം പഴയ ഇതൊന്നും നമ്മൾ കുഞ്ഞുമക്കളൊന്നും കാണാൻ വഴിയൊന്നുമില്ല അല്ലെ. പിന്നെ നമ്മൾ ആ ഏരിയയിൽ കുട്ടനാടൊക്കെ ആണെന്ന് തോന്നുന്നത്. ഇതിന് പുറമെ നമ്മൾ മേടിക്കേണ്ട കാര്യമില്ല, അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, കറക്റ്റ് ഇൻഫർമേഷൻ. അതൊക്കെ ഒന്ന് വായിച്ച് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. പിന്നെ ഈ മരത്തടികളിലൊക്കെ നമുക്ക് അവിടെ ഒന്ന് ഇരിക്കാം. അവിടെ വൈകിട്ട് മറ്റേ എന്താ ചെറിയ ചെറിയ സ്നാക്സ് ഉണ്ട്. അതായത് കൊഴുക്കട്ട, ഇലയപ്പം, അങ്ങനത്തെ കുറച്ച് സ്നാക്സൊക്കെ, അതൊക്കെ മേടിച്ച് അവിടെ വന്ന് ഇരിക്കാം. പത്തായപ്പുഴ കണ്ടില്ലേ, പണ്ട് കാലത്ത് നിധിയൊക്കെ ഒളിപ്പിക്കുന്നത്. അതിനുശേഷം പ്രതീക്ഷിക്കാതെ നമ്മുടെ ജീവിതത്തിലൊന്നും സംഭവിക്കത്തില്ലേ, അതുപോലെ നടന്നതാണ് കേട്ടോ. പാർക്കിൽ ചെന്നപ്പോൾ നമ്മുടെ അഹല്യ ഐ ഹോസ്പിറ്റൽ നടത്തിയ ചെറിയൊരു ഗെയിം പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്തൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതൊരു വലിയ കാര്യം തന്നെയാണ്. കളറിങ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും അവർ ഡയറി മിൽക്ക് ചോക്ലേറ്റ് നൽകി കേട്ടോ. അതിനവരോട് ഭയങ്കര കാര്യമുണ്ട്. കാരണം പിള്ളേർക്ക് ഇതൊക്കെ ഭയങ്കര ഒരു സന്തോഷമാണല്ലോ. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു ചെറിയ മീറ്റപ്പ്, നാളെ നാളെ അങ്ങനെ ചെയ്യണം. അവൾക്ക് ഫസ്റ്റ് കിട്ടിയായിരുന്നേ, അതിന് ഒരു സന്തോഷം കണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല മഴയും വരുന്നുണ്ടായിരുന്നു.